Hey everybody, back with another video. Like and subscribe, etc. etc. ഹേ എവരിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജോം ഈ ചാനലിൽ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹൂയിസ് വീഡിയോ ആണ്. ഇന്നത്തെ ഹൂയിസ് വീഡിയോയിൽ ഈ ആഴ്ച ഇറങ്ങാൻ പോകുന്ന അക്വാമാൻ 2-ത്തെ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടാണ്. ഹൂ ഇസ് ബ്ലാക്ക് മാറ്റ, അല്ലെങ്കിൽ ആരാണ് ബ്ലാക്ക് മാറ്റ? ബ്ലാക്ക് മാറ്റ ഒരു സൂപ്പർ വില്ലനാണ് ഡി സി കോമിക്സിലത്തെ. റെഗുലർലി അക്വാമാനായിട്ടാണ് ഈ ക്യാരക്ടർ ഫൈറ്റ് ചെയ്യാറ്. ബ്ലാക്ക് മാറ്റ ആദ്യം അപ്പിയർ ആവുന്നത് അക്വാമാൻ ഇഷ്യൂ നമ്പർ 35 സെപ്റ്റംബർ 1967 ഈ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബോബ് ഹേനിയും നിക്ക് കോഡിയും കൂടിയാണ്. അക്വാമാൻ്റെ ഏറ്റവും വലിയ ഒരു ശത്രു തന്നെയാണ് ബ്ലാക്ക് മാറ്റ. ഈ ഒരു കഥാപാത്രം കുറേ നാൾ പേരില്ലാണ്ടായിരുന്നു കോമിക്സിൽ, പിന്നെ ബ്ലാക്ക് മാറ്റ എന്നറിയപ്പെട്ടു. ഈ ഒരു കഥാപാത്രത്തിന് നിരവധി ഒറിജിൻ സ്റ്റോറീസ് ഉണ്ട്. ആദ്യത്തെ ഒരു ഒറിജിൻ സ്റ്റോറിനെ പറ്റി പറയുകയാണെങ്കിൽ, ചെറുപ്രായത്തിൽ കിഡ്നാപ്പ് ചെയ്ത് ഒരു ഷിപ്പിൽ ജോലി ചെയ്യാൻ കൊണ്ടുപോകുന്നതാണ് ഈ ഒരു കഥാപാത്രത്തിന്. അങ്ങനെ ഒരിക്കൽ അക്വാമാനെ കാണുന്നു. അക്വാമാന് സിഗ്നൽസ് കൊടുക്കുകയാണ് തന്നെ രക്ഷിക്കാനായിട്ട്. പക്ഷേ അക്വാമാൻ അത് കാണുന്നില്ല. അങ്ങനെ അക്വാമാനോടുള്ള ദേഷ്യം തോന്നുന്നു. തന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളെ കൊന്നതിന് ശേഷം കടലിനോടും അക്വാമാനോടുള്ള ദേഷ്യം കൂടുന്നതാണ് ഈ ഒരു ഒറിജിൻ സ്റ്റോറിയിൽ. ഇനി മറ്റൊരു ഒറിജിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു കഥാപാത്രം ഗോത്തമിലുള്ള ആർഖം അസൈലത്തിലായിരുന്നു. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. തനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു വെള്ളത്തിൽ നിൽക്കാനും അതുപോലെ കെട്ടിയിടുന്നതും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിരവധി എക്സ്പെരിമെന്റേഷൻസിന് ശേഷം കുറച്ച് ബെറ്ററായി. പക്ഷേ ഇയാൾ കൂടുതൽ വയലന്റ് ആവുകയാണ് ഉണ്ടായത്. അവിടുത്തെ ഡോക്ടറെ കൊന്നതിന് ശേഷം അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് ബ്ലാക്ക് മാനയുടെ കോസ്റ്റ്യൂം ധരിച്ച് താൻ ബ്ലാക്ക് മാൻറ്റ എന്ന് തന്നെ സ്വയം വിളിച്ചു. ഇനി മറ്റൊരു ഒറിജിനെ പറ്റി പറയുകയാണെങ്കിൽ, അക്വാമാൻ അബദ്ധത്തിൽ ബ്ലാക്ക് മാൻറ്റയുടെ അച്ഛനെ കൊല്ലുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ബ്ലാക്ക് മാൻറ്റയുടെ അച്ഛൻ അക്വാമാൻ്റെ അച്ഛനായ ടോം കറീനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട്. ഈ ഒരു റീസൺ കാരണം ബ്ലാക്ക് മാൻറ്റ ശപഥം ചെയ്യുന്നതാണ് അക്വാമാനെയും കുടുംബത്തിനെയും കൊന്നുകളയുമെന്നുള്ളത്. ഈ ഒരു ബ്ലാക്ക് മാൻറ്റയുടെ വേർഷനാണ് ഡി സി യുവിലത്തെ അക്വാമാൻ എന്ന മൂവിയിൽ ഉള്ളത്. ഇനി അക്വാമാൻ്റെ പവേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, അക്വാമാൻ ഒരു സാധാരണ ഹ്യൂമനാണ്. പക്ഷേ എഞ്ചിനീയറിംഗിൽ മിടുക്കനാണ് അദ്ദേഹം. നല്ല രീതിയിലുള്ള സ്ട്രാറ്റജിയും പ്ലാൻസും യൂസ് ചെയ്തിട്ടാണ് അക്വാമാനെ തകർക്കാനായിട്ട് ബ്ലാക്ക് മാൻറ്റ കൂടുതൽ നോക്കാറ്. അതായത് നേരിട്ട് പോയി മുട്ടുന്നത് വളരെ കുറവായിരിക്കും. ബ്ലാക്ക് മാൻറ്റയുടെ സ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓൾമോസ്റ്റ് നശിപ്പിക്കാൻ പറ്റാത്ത ഒരു ആർമേർഡ് സ്യൂട്ടാണ്. ഇത് നന്നായി എൻഹാൻസ് ചെയ്യും ഈ ഒരു ക്യാരക്ടറിനെ. അതുപോലെ തന്നെ ഈ സ്യൂട്ട് വെള്ളത്തിൽ ബ്രീത്ത് ചെയ്യാനും സഹായിക്കും. പിന്നെ ഹെൽമെറ്റിൽ നിന്ന് ലേസേഴ്സും ഷൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ സ്യൂട്ടിൽ ഇൻബിൽഡ് ആയിട്ട് ടെലിപാത്തിക് സ്ക്രാംബ്ലർ ഉണ്ട്, ട്വിൻ സ്വാർഡ്സ്, പിന്നെ വ്രിസ്റ്റിൽ ഒരു സ്പിയർ ഗൺ ഉണ്ട്, പിന്നെ ഒരു ഹാർപൂൺ, അതുപോലെ തന്നെ ചെറിയ ടോപ്പിഡോസും. തൻ്റെ ഓട്ടിസം മാറാൻ വേണ്ടി ട്രീറ്റ് ചെയ്ത എക്സ്പെരിമെന്റ് കാരണം തനിക്ക് എൻഹാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രെങ്ത്തും കൂടി കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് മാൻറ്റയ്ക്ക്. ഇനി പറയാനുള്ളത് ബ്ലാക്ക് മാൻറ്റയുടെ അപ്പിയറൻസസ് ആണ് മീഡിയയിൽ, ടെലിവിഷനിലും ആനിമേറ്റഡ് ഷോസിലും ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ മൂവീസും. ബ്ലാക്ക് മാൻറ്റ അപ്പിയർ ആവുന്നത് അക്വാമാൻ്റെ സെഗ്മെന്റ് ആയ ദ സൂപ്പർമാൻ അക്വാമാൻ അവർ ഓഫ് അഡ്വഞ്ചറിലുണ്ട്. അതുപോലെ തന്നെ ഓൾ ന്യൂ സൂപ്പർ ഫ്രണ്ട്സ് അവർ എന്ന ഷോയില് ബ്ലാക്ക് മാൻറ്റനെ മാൻറ്റ എന്ന പേരിൽ അപ്പിയർ ആയിട്ടുണ്ട്. ബ്ലാക്ക് മാൻറ്റ അതേപോലെ തന്നെ ചാലഞ്ച് ഓഫ് ദ സൂപ്പർ ഫ്രണ്ട്സിലും അപ്പിയർ ആവുന്നുണ്ട്. ജസ്റ്റിസ് ലീഗ് അൺലിമിറ്റഡ് ആനിമേറ്റഡ് ഷോയിൽ ബ്ലാക്ക് മാൻറ്റ ഉണ്ടായിരുന്നു. അതിൽ ഡെവിൽ റേ എന്ന പേരിലായിരുന്നു. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലോഡ് സീക്രട്ട് സൊസൈറ്റിയുടെ ഒരു ഭാഗമായിരുന്നു. ബ്ലാക്ക് മാൻറ്റ എന്ന പേര് യൂസ് ചെയ്യാൻ പറ്റുന്ന കാരണം എന്തെന്ന് വെച്ചാൽ, അക്വാമാൻ്റെ ഒരു ഷോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ റൈറ്റ്സ് എല്ലാം അവരുടെ കയ്യിലായിരുന്നു. നേരത്തെ പറഞ്ഞ ആ ഒരു അക്വാമാൻ ഷോയിൽ ബ്ലാക്ക് മാൻറ്റ ഉണ്ടായിരുന്നു. അതിന്റെ പൈലറ്റ് എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്തതായിരുന്നു. പക്ഷേ ഈ ഷോ വലിയ ഹിറ്റായില്ല. ബ്ലാക്ക് മാൻറ്റ പിന്നെ അപ്പിയർ ആവുന്നത് ബാറ്റ്മാൻ ദ ബ്രേവ് ആൻഡ് ദ ബോൾഡിലാണ്. യങ് ജസ്റ്റിസ് എന്ന ഷോയിലും ബ്ലാക്ക് മാൻറ്റ അപ്പിയർ ആവുന്നുണ്ട്. ലൈറ്റിന്റെ മെമ്പർ ആയിട്ടാണ്. അതിനുശേഷം അതിൻ്റെ ആ ഒരു ഓർഗനൈസേഷന്റെ ലീഡിംഗ് മെമ്പറാവും. പിന്നെയാണ് തൻ്റെ മകൻ ആളെ ക്യാപ്ചർ ചെയ്യുന്നത്. കാൾഡർ ആം AK അക്വാലാഡാണ് ബ്ലാക്ക് മാൻറ്റനെ ക്യാപ്ചർ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെയും എസ്കേപ്പ് ആയിട്ട് സൂസൈഡ് സ്ക്വാഡിന്റെ ഒപ്പം ജോയിൻ ചെയ്യും. ഹാർലി ക്വിന്നിലും ബ്ലാക്ക് മാൻറ്റ അപ്പിയർ ആവുന്നുണ്ട്. അതിൽ ലീജൻ ഓഫ് ഡൂമിന്റെ മെമ്പറാണ്. ബാറ്റ്മാൻ സൂപ്പർമാൻ പബ്ലിക് എനിമീസിൽ ബ്ലാക്ക് മാൻറ്റയ്ക്ക് ഒരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട്. ദ ഫ്ലാഷ് പോയിന്റ് പാരഡോക്സ് എന്ന മൂവിയിലും ബ്ലാക്ക് മാൻറ്റ വരുന്നുണ്ട്. അക്വാമാന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ജയിലെ അഡ്വഞ്ചേഴ്സ് ട്രാപ്ഡ് ഇൻ ടൈമിലും ബ്ലാക്ക് മാൻറ്റ അപ്പിയർ ആവുന്നുണ്ട്. ജസ്റ്റിസ് ലീഗ് ത്രോൺ ഓഫ് അറ്റ്ലാന്റിസിലും ബ്ലാക്ക് മാൻറ്റ അപ്പിയർ ആവുന്നുണ്ട്. അതുപോലെ തന്നെ സൂസൈഡ് സ്ക്വാഡ് ഹെൽ ടു പേയിലും ബ്ലാക്ക് മാൻറ്റ ഉണ്ട്. ജസ്റ്റിസ് ലീഗ് ഡാർക്ക് അപ്പോക്കലിപ്സിലും ബ്ലാക്ക് മാൻറ്റ ഉണ്ട്. പക്ഷേ ഇതിൽ ഡയലോഗ്സ് ഒന്നുമില്ല. ഇനി ഗെയിംസിന്റെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ, അക്വാമാൻ ബാറ്റിൽ ഫോർ അറ്റ്ലാന്റിസിൽ ഒരു അൺലോക്കബിൾ ക്യാരക്ടറാണ്. യങ് ജസ്റ്റിസ് ലെഗസിയിലും ബ്ലാക്ക് മാൻറ്റ ബോസ് ആയിട്ട് വരുന്നുണ്ട്. DC യൂണിവേഴ്സ് ഓൺലൈൻ ഗെയിമിലും ബ്ലാക്ക് മാൻറ്റ ബോസ് ആയിട്ട് വരുന്നുണ്ട്. DC അൺചെയിൻഡ് എന്ന ഗെയിമിൽ ബ്ലാക്ക് മാൻറ്റ ഒരു പ്ലേയബിൾ ക്യാരക്ടറാണ്.
ഇൻജസ്റ്റിസ് 2ലും ബ്ലാക്ക് മാൻഡ അപ്പിയർ ആവുന്നുണ്ട്. ഇനി മൂവീസിന്റെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് അപ്പിയർ ആവുന്നത് അക്വാമാനിലാണ്. ഇതിൽ ക്യാരക്ടറിന്റെ പേര് ഡേവിഡ് കെയ്ൻ എന്നാണ്. ഈ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്നത് യാഹ്യ അബ്ദുൽ മറ്റീൻ 2 ആണ്. ബ്ലാക്ക് മാൻഡ എന്തായാലും അവസാനമായിട്ട് അക്വാമാൻ 2ല് നമുക്ക് കാണാൻ പറ്റും. അക്വാമാൻ 2 ദ ലോസ്റ്റ് കിങ്ഡമിൽ ഈ വീക്കാണ് ഈ മൂവി റിലീസ് ആവുന്നത്. ഈ മൂവി നിങ്ങൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വാട്ട് ടു നോ ബിഫോർ വാച്ചിങ് അക്വാമാൻ ദ ലോസ്റ്റ് കിങ്ഡം. അപ്പോൾ ഇത്രയുമാണ് ബ്ലാക്ക് മാൻഡനെ പറ്റി പറയാനുള്ളത്. നമുക്ക് എന്തായാലും അക്വാമാൻ 2ല് നമുക്ക് ഈ ക്യാരക്ടറിനെ പിന്നെയും കാണാം. ആൻഡ് അതിന് ശേഷം നമുക്ക് അറിഞ്ഞൂടാ ഇനി റീവാമ്പ് എപ്പോഴായിരിക്കും ഈ ഒരു ക്യാരക്ടറിന്റെ. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വില്ലൻ തന്നെയാണ്, അത്യാവശ്യം പവർഫുൾ ആണ്. സോ ദിസ് ഇസ് അബൌട്ട് ബ്ലാക്ക് മാൻഡ. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ഗൈസ്.